കാർലോ അക്വിറ്റീസ് ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് സ്വർഗീയ വിശുദ്ധി സ്വന്തമാക്കിയ ഒരു പുണ്യാത്മാവ്. ദിവ്യകാരുണ്യത്തെ സ്വർഗീയ പാതയാക്കിയ ധന്യജീവിതം. നവയുഗത്തിലെ ഇന്റർനെറ്റിന്റെ സാധ്യതകളെ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗപ്പെടുത്തിയ വിശുദ്ധ ജീവിതം. തികഞ്ഞ IT പ്രതിഭ. സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ച യുവാവ്. വെറും 15 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ കാർലോ അക്വിറ്റീസ്. 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനായി തിരുസഭ പ്രഖ്യാപിച്ച ഈ പുണ്യാത്മാവിനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ശാലോം ടിവിയുടെ ഹൈവേ ടു ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ വിവിധ എപ്പിസോഡുകളിൽ പരിചയപ്പെട്ടത് 15 വയസ്സ് മാത്രം ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം അനുവദിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട കാർലോ അക്വിറ്റീസ് എന്ന ഒരു ടീനേജറുടെ വിശുദ്ധ ജീവിത വഴികളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് വിശുദ്ധരെക്കുറിച്ച് പഠിക്കാൻ കുഞ്ഞുനാൾ മുതൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും ദൈവം വലിയൊരു ഇടപെടൽ പോലെ അടുത്ത കാലത്ത് വീണ്ടും എടുത്തുപയോഗിക്കുകയും ചെയ്ത ബ്രദർ എഫ്രൈം, ബ്രദർ ജോൺ എന്നീ 2 ബ്രദേഴ്സിൻ്റെയും നമ്മൾ ഓരോ എപ്പിസോഡിൽ ഇവരെ പരിചയപ്പെട്ടാണെങ്കിലും ബ്രദർ ജോൺ കോതമംഗലം രൂപതയ്ക്ക് വേണ്ടി സത്ന സെമിനാരിയിൽ തിയോളജി ഫൈനൽ ഇയർ പഠിക്കുന്ന സെമിനാരിയിലാണ്. ബ്രദർ എഫ്രൈം ആദിലാബാദ് രൂപതയ്ക്ക് വേണ്ടി സത്ന സെമിനാരിയിൽ തിയോളജി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സെമിനാരിയനാണ്. ഇന്ന് കാർലോയുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുക? കാർലോയുടെ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന മെയിനായ കാര്യം, കാർലോയ്ക്ക് പ്രത്യേക ഭക്തികളുണ്ടായിരുന്നു. ചില ഭക്തി, അതിൽ പ്രധാനപ്പെട്ടത് മാലാഖമാരോടുള്ള ഭക്തി, കാവൽ മാലാഖയോടുള്ള ഭക്തി. അതോടൊപ്പം തന്നെ വേറൊരു മേഖലയാണ് അദ്ദേഹത്തിന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് ഭക്തി, പിന്നെ ശുദ്ധീകരണ സ്ഥലത്തോടുള്ള ആത്മാക്കളോടുള്ള ആഭിമുഖ്യം, പിന്നെ സ്വർഗത്തോടുള്ള ആഭിമുഖ്യം. അപ്പോൾ ഈ ഒരു മേഖലകളാണ് ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ കാവൽ മാലാഖയെ പറ്റിയാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ആ ഇതിലേക്ക് പോകുന്ന നമ്മൾ സ്വർഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും മാലാഖമാരെക്കുറിച്ചും ഒക്കെ കാർലോയ്ക്ക് ഉണ്ടായിരുന്ന ബോധ്യങ്ങളെക്കുറിച്ചാണ്, അതുപോലെ നരകത്തെക്കുറിച്ചൊക്കെ കാർലോയ്ക്ക് ഉണ്ടായിരുന്ന കൺസെപ്റ്റുകളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് സ്വാഭാവികമായിട്ട് ഈ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് ഇതിനകത്തൊരു ഒതൻറ്റിസിറ്റി എന്ന് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം കാർലോയുടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്. ഇവർ വിശുദ്ധയെക്കുറിച്ച് നടത്തിയ പഠനങ്ങളുടെ ഭാഗമായി കാർലോയെക്കുറിച്ച് ഒരുപക്ഷെ കാർലോ എന്ന ചെറുപ്പക്കാരൻ്റെ വിശുദ്ധ ജീവിത വഴികളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു താല്പര്യത്തിൽ ഇവർ ബന്ധം പുലർത്തിയ ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് കാർലോയുടെ അമ്മയും ആ കുടുംബത്തിലെ മറ്റംഗങ്ങളുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രദേഴ്സ് ഇന്ന് ഇത് പറയാൻ ഏറ്റവും നമുക്ക് സമീപസ്ഥരായ ഏറ്റവും യോഗ്യരായ 2 ആളുകളായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമുക്ക് കേൾക്കാം. ബ്രദർ എഫ്രൈമിൽ തുടങ്ങാം, ബ്രദർ ജോൺ ആഡിയും. കാർലോയുടെ ജീവിതത്തിൽ കാവൽ മാലാഖയോടുള്ള ഭക്തി വളരെ രസകരമായ രീതിയിലാണ് തുടങ്ങുന്നത്. അത് നമ്മൾ നോക്കുമ്പോൾ ഒരു വളരെ യാദൃശികമായിട്ട് കാർലോയുടെ അമ്മ ഒരിക്കലും പറഞ്ഞു, വാ നമുക്ക് ജമ്മാ ഗൽഗാനി, ഇറ്റലിയിലെ ഒരു യുവവിശുദ്ധയായ ജമ്മാ ഗൽഗാനിയുടെ കബറിടം സന്ദർശിക്കാമെന്ന് പറഞ്ഞു. കാർലോയും കൂട്ടി കാർലോയുടെ വല്യമ്മച്ചിയും ഉണ്ടായിരുന്നു. അവരൊരു യാത്ര തിരിച്ചു. യാത്ര എത്തിയപ്പോൾ അവർ കബറിടത്തെങ്കിൽ എത്തുന്നതിന് മുമ്പ് ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീ ഫ്രണ്ടിൽ വന്നിട്ട് പറഞ്ഞു, വാ ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറയുന്നു. അപ്പോൾ നേരെ ജമ്മാ ഗൽഗാനിയുടെ മ്യൂസിയത്തിലേക്കാണ് കൊണ്ടുവന്നത്. മ്യൂസിയത്തിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ കത്തിയ ഒരു ഡയറി കാണാം, കത്തി പറഞ്ഞ ഡയറി. ആ കത്തിയ ഡയറിയുടെ കഥ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുമ്പോൾ പിശാച് വന്ന് ഈ ജമ്മാ ഗൽഗാനി എഴുതിയത് മുഴുവൻ കത്തിച്ച് കളയുക, അത് വേറെ ഒരാളും വായിക്കാൻ ഇടയാകരുതെന്ന് പിശാചിന് ശാഠ്യമുണ്ടായിരുന്നു. ആ ഒരു കത്താത്തൊരു താളിൻ്റെ അകത്ത് ഇപ്രകാരം എഴുതിയ ഒരു കാര്യം പ്രത്യേകം കാർലോയുടെ എടുത്തു പറഞ്ഞു. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പലതവണയായിട്ട് പിശാച് ഈ പല വിചാരങ്ങൾ കൊടുക്കും പുണ്യവതിക്ക് പല വിചാരങ്ങൾ കൊടുക്കുമ്പോൾ ഈ പല വിചാരങ്ങൾ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഉടനെ കാവൽ മാലാഖ എന്ന് ശകാരിക്കുമായിരുന്നു, നീ ഈശോയെ ധ്യാനിക്കുക എന്ന് പല പ്രാവശ്യം ശകാരിച്ച് പറയുമ്പോൾ ജമ്മാ ഗൽഗാനി പരിപൂർണമായിട്ട് ഈശോയിലെ സാന്നിധ്യത്തെ അനുസ്മരിക്കാൻ തുടങ്ങി പരിശുദ്ധ കുർബാനയിൽ.
അപ്പോൾ ഇത് കാർലോയെ വളരെയധികം അട്രാക്റ്റ് ചെയ്തു. ആകർഷിച്ചപ്പോൾ കാർലോ പറഞ്ഞു, എനിക്കും ജമ്മാ ഗൽഗാനിയെ പോലെ എൻ്റെ കാവൽമാലാകെയും ഞാൻ പലപ്പോഴും കുർബാനയിൽ അലസനായി പങ്കെടുക്കുമ്പോൾ എന്നെയും ശകാരിച്ചിട്ടുണ്ടാവുമല്ലോ, ഞാൻ ആ സൗണ്ട് കേൾക്കാതെ പോയതായിരിക്കും, ആ ശബ്ദം ഞാൻ ചെവി കൊടുക്കാതെ പോയതായിരിക്കും എന്ന് ഓർത്തു. അങ്ങനെ നീങ്ങിപ്പോകുമ്പോഴാണ് കാർലോ ജമ്മാ ഗൽഗാനിയുടെ മുറിയിലേക്ക് പ്രവേശിക്കുന്നത്. ജമ്മാ ഗൽഗാനിയുടെ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു കസാര കാണും, ജമ്മാ ഗൽഗാനി ഉപയോഗിച്ചൊരു കസാര. അവിടെ ആരെയും ഇരുത്തതൊന്നുമില്ല, പബ്ലിക്കിനെ കയറ്റാതിരിക്കാനുള്ള എല്ലാ തൊടലും ഇതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. എങ്കിലും കാർലോ സിസ്റ്ററിനോട് ശാഠ്യം പിടിച്ചു, എനിക്കും ആ കസാര കയറിയിരിക്കണം. കാർലോയുടെ ആ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഏറ്റവും കന്യാസ്ത്രീ പറഞ്ഞു, ഞാൻ നിന്നെ ഇരുത്താം, വേറെ ആരോടും പറഞ്ഞേക്കരുത്, എനിക്ക് പിന്നെ ഈ മടത്തി ജീവിക്കേണ്ട, അങ്ങനെയൊക്കെ തമാശ രീതിയിൽ പറഞ്ഞത് കാർലോയുടെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ കാർലോ അതേ പോയിരുന്നു. കാർലോയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു എന്ന് അവൻ്റെ മുഖത്ത് എന്ന് കാർലോയുടെ അമ്മ പറയുന്നുണ്ട്. പിന്നീട് നീങ്ങിയ ഒരു വേളയിലാണ് അവിടുന്ന് അവർ പോകുന്നു. 2003 പാദ്രപ്പിയുടെ പീറ്റൽചീനയിലേക്ക് പോയി അവിടെ പാദ്രപ്പിയുടെ ഒരു ഇൻസിഡൻറ്റ് മനസ്സിലാക്കുന്നു. ആ കഥ ഇങ്ങനെയാണ്. ഒരു വ്യക്തി, നമ്മളെല്ലാം കേട്ടിട്ടുള്ളൊരു കഥയാണ്. പാദ്രപ്പിയുടെ അടുത്ത് ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മ ചെല്ലുന്നു. അമ്മ കരഞ്ഞുകൊണ്ട് വരുന്നത്, എനിക്ക് മകനെ നഷ്ടമായിട്ട് കുറേ നാളായി, കുറേ വർഷങ്ങളായി, അവനെനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ പാദ്രപ്പിയെ പറഞ്ഞു, നിൻ്റെ മകന് വേണ്ടി ഒരു കത്ത് എഴുതി ഇവിടെ വെക്കുക, ആ കത്ത് നീ ഇവിടെ കരഞ്ഞ് നിൻ്റെ ദുഃഖങ്ങൾ മുഴുവൻ എഴുതി വെക്കുക. ഇത് കുറേ കഴിഞ്ഞപ്പോൾ ആ മകൾ വീട്ടിൽ ചെല്ലുമ്പോൾ മകനെയാണ് കാണുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് അവിടുത്തെ ഒരു വൈദികൻ കാർലോയോട് പറഞ്ഞു കൊടുത്തപ്പോൾ കാർലോ മനസ്സിലാക്കിയത് ഈ ഇൻസിഡൻറ്റ് നടക്കാനുള്ള കാരണം പാദ്രപ്പിയോ ആ ലെറ്റർ, അമ്മ എഴുതിയ കത്ത് പാദ്രപ്പിയോട് കാവൽമാലാഖയോട് പറഞ്ഞ് ഈ കാണാതെ പോയ മകൻ്റെ അടുത്ത കാവൽമാലാഖയ്ക്ക് കൊണ്ട് കൊടുക്കുകയായിരുന്നു. ഈ മകൻ വീണ്ടും പാദ്രപ്പിയുടെ അടുത്ത് ചെന്നു. പാദ്രപ്പിയോട് പറഞ്ഞ ഈ കാര്യങ്ങൾ പാദ്രപ്പിയുടെ അടുത്തുണ്ടായിരുന്ന ഒരു അച്ഛനും കൂടെ കേട്ടു. അന്ന് പറഞ്ഞ കാര്യം ഇതാണ്, ഈ ലെറ്റർ കത്തെഴുതി എൻ്റെ അടുത്ത് വന്നത് ആരാണ് തന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഈ കത്ത് വന്നപ്പോൾ ഞാൻ വളരെയധികം വ്യസനിച്ചു, എൻ്റെ അമ്മ ഇത്രയും എന്നെ കാണാൻ ദുഃഖിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ കാർലോയ്ക്ക് ഈ രണ്ട് വ്യക്തിപരമായിട്ട് ഈ കാര്യങ്ങൾ കാർലോയെ അങ്ങ് ഹൃദയത്തിൽ അങ്ങ് ടച്ച് ചെയ്തു. എനിക്കും കാവൽ മാലാഖയോടുള്ള ഭക്തി ഉണ്ടാകണം. ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വിശുദ്ധരെ നോക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പ്രകടിപ്പിച്ച പല അത്ഭുതങ്ങളുമുണ്ട്. ആ അത്ഭുതങ്ങളൊക്കെ ഇന്നും എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കാനേ ഉള്ളൂ ദൈവത്തിന്. അത് എന്താണ് നമ്മുടെ എല്ലാം അതിന് കുറവ് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. കാരണം വിശ്വാസക്കുറവായിരിക്കാം, വിശ്വാസക്കുറവ് തന്നെ എന്ന് ഉറപ്പ് പറയാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ അത് നടക്കാത്തതിൻ്റെ കാരണം വിശ്വാസക്കുറവല്ലേ എന്ന് ഞാൻ ചോദിച്ചു പോകുന്നു. തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലൊക്കെ കുടുംബ പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥം യാചിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പക്ഷേ ഇപ്പോഴാണ് നമ്മളുടെ ഒരു ശാരീരികമായ സുരക്ഷിതത്വത്തിന് നമുക്കുണ്ടാകാവുന്ന അപകടങ്ങളിൽ നിന്ന് നമുക്ക് ആത്മീയമായി ഉണ്ടാകുന്ന അപകടങ്ങൾ, നമ്മുടെ വിശുദ്ധിയുടെ മേഖലയിൽ കൊട്ടം തട്ടുന്ന അല്ലെങ്കിൽ പാപത്തിൻ്റെ വഴികളിലേക്കുള്ള നമ്മുടെ വീഴ്ചകളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ആശ്രയം വയ്ക്കാവുന്ന ഒന്നാണ് തീർച്ചയായിട്ടും നമ്മുടെ കാവൽ മാലാഖ എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇതിനകത്ത് ശരിക്കും ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബ്രദർ ജോൺ. കാർലോ അക്യൂത്തിസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ എങ്ങനെയാണ് കണ്ടിരുന്നത്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി എങ്ങനെയാണ് കാർലോ അക്യൂത്തിസ് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് 1917 ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ 3 ബാലന്മാർക്ക് മാതാവ് ശുദ്ധീകരണ സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരോട് പറയുന്നു, നിങ്ങൾ കൊന്ത ചെല്ലണം, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കൊന്ത ചെല്ലണം, ശുദ്ധീകരണ സ്ഥലത്തിൽ ചെല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൊന്ത ചെല്ലണം എന്നൊക്കെ മാതാവ് അവരെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കാർലോയെ വളരെയധികം ആകർഷിച്ചു. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് പ്രാർത്ഥനയുടെ ആവശ്യകതയുണ്ട് എന്ന് കാർലോ മനസ്സിലാക്കുവാണ്. അതോടൊപ്പം തന്നെ ഫൗസ്റ്റീനയുടെ ഡയറിയൊക്കെ കാർലോ തൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടുണ്ട്. ഫൗസ്റ്റീനയുടെ ഡയറിക്കകത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പറ്റിയും സ്വർഗത്തിനെ പറ്റി, ഫൗസ്റ്റീനയ്ക്ക് ഉണ്ടാകുന്ന വെളിപാടിനെ പറ്റിയൊക്കെ നമുക്കെല്ലാവർക്കും വായിക്കാൻ സാധിക്കും. ഇതൊക്കെ കാർലോയെ വളരെയധികം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ എങ്ങനെ പ്രാർത്ഥിച്ച് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്ന് കാർലോയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ കാർലോ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിച്ച വ്യക്തിയാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിച്ച വ്യക്തിയായതുകൊണ്ടാണ് യൂക്രിസ്റ്റ് ഈസ് മൈ ഹൈവേ ടു ഹെവൻ എന്ന് കാർലോ പറയാനിടയായത്. എൻ്റെ സ്വർഗത്തിലേക്കുള്ള വിശാലമായ വഴി, ഉന്നതമായൊരു വഴിയാണ്,
വിശുദ്ധ കുർബാനയെന്ന് കാർലോ വിശ്വസിച്ചിരുന്നു. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഡൊമിനിക് സാവിയോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഡോൺ ബോസ്കോയ്ക്ക് ഒരു വിഷൻ ഉണ്ടാകുന്നുണ്ട്, ഒരു ദർശനം കിട്ടുന്നുണ്ട്. ഡൊമിനിക് സാവിയോ വിശുദ്ധരെ സ്വർഗത്തിൽ ചെന്നിട്ട് ഒരു വെള്ള വസ്ത്രം നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ധരിപ്പിക്കുന്നതായിട്ടൊരു ദർശനം ഡോൺ ബോസ്കോയ്ക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ദർശനത്തെ പറ്റിയുള്ള ചിന്തകളും ഈ ഒരു ദർശനത്തെ പറ്റിയുള്ള അറിവും കാർലോയുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ എനിക്കും ഇങ്ങനെ ഒരു വെള്ള വസ്ത്രം കിട്ടണം, ശുദ്ധീകരണ സ്ഥലത്തിൽ പോകരുത്, ശുദ്ധീകരണ സ്ഥലത്തിൽ പോകാതെ നേരെ സ്വർഗത്തിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം കാർലോയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഫൗസ്റ്റീനെ പോലെ നമ്മൾ പറയാം, ഫൗസ്റ്റീന ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിശുദ്ധയാണ് ഫൗസ്റ്റീന. നമ്മൾ കരുണയുടെ ജമാലക ചെല്ലാറുന്നുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ വിശുദ്ധ എഴുതിയ ഡയറി വായിച്ചാണ് കാർലോ തൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വളരെ വ്യക്തിപരമായ രീതിയിൽ തന്നെ തുടരുന്നത്. അതോടൊപ്പം തന്നെ ഫൗസ്റ്റീന തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന പല മൂല്യങ്ങളും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാർലോയും തൻ്റെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇവിടെ ബ്രദർ ജോൺ ഇത് പറയുമ്പോൾ, ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ സെയിൻറ്റ് ബെർണാഡിൻ്റെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. സെയിൻറ്റ് ബെർണാഡിന് ഒരു വിഷൻ കിട്ടുന്നതും ഒരു ലാഡറയിൽ മലാഖമാർ മുകളിലേക്ക് കയറിയും താഴേക്ക് ഇറങ്ങുന്നു, താഴേക്ക് വരുമ്പോൾ എംപ്റ്റി ഹാൻഡ്, മുകളിലേക്ക് കയറുമ്പോൾ ഒരാളെ പിടിച്ചുകൊണ്ട് പോകണു. അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് സെയിൻറ്റ് ബെർണാഡിന് തന്നെ കിട്ടിയത് ആ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയുടെ ഫലമായി ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മലാഖമാർ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല. 15 വയസ്സുള്ള, ഞാൻ വീണ്ടും പറയുന്നത് 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ആത്മാക്കൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ളതിനെക്കുറിച്ചുമൊക്കെ അത്ര ഗൗരവത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വളരെ മുതിർന്നവർ പോലും ഇഗ്നോർ ചെയ്തു പോകുന്ന ഏരിയാസാണിത്. നമ്മുടെ വീട്ടിൽ എത്രയോ മരിച്ച ആളുകളുണ്ട്, നമ്മുടെ വീടുകളിൽ മരിച്ചുപോയ എത്രയോ പേരുണ്ട്. അവർക്കൊക്കെ ഒരുപക്ഷെ ഇന്ന് ഇതുപോലത്തെ, എൻ്റെ അമ്മ മരിച്ചിട്ടുണ്ട്, എൻ്റെ ഗ്രാൻഡ് പേരൻസ് മരിച്ചിട്ടുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടാവും. അവർക്കൊക്കെ ഇന്ന് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റപ്പെടാൻ നമ്മളുടെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ. പക്ഷെ നമ്മൾ ഇത്തരം സഭയുടെ വിശ്വാസങ്ങളിലും പാരമ്പര്യങ്ങളിലും വളരെ ശക്തമായ ചില വിശ്വാസത്തിൻ്റെ ശീലങ്ങളെ ബോധപൂർവമോ അല്ലാതെയോ നമ്മൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു സത്യത്തിൽ ഇന്ന് സഭയിൽ ഇതുപോലെ ഒരു പുതിയ കാലഘട്ടത്തിൽ ഈ ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടിയാണ് ഇതുപോലുള്ള ജീവിതങ്ങൾ ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കാർലോ അക്വിറ്റസ് നിങ്ങളുടെ രണ്ടുപേരുടെയും പങ്കുവെക്കലിൽ, പ്രത്യേകിച്ച് ഈ കാവൽ മാലാഖയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും നമ്മളുടെ ശുദ്ധീകരണ സ്ഥലത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും വളരെ വളരെ പ്രധാനപ്പെട്ട രീതിയാണ്. നമ്മൾ പക്ഷേ ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് ഷെയർ ചെയ്യേണ്ടത് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും. നമ്മൾ പറഞ്ഞില്ല, ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ സ്വർഗത്തിലേക്കുള്ള ഒരു ഹൈവേ എന്നുള്ള അർത്ഥത്തിലാണല്ലോ നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള കാർലോസിൻ്റെ ഒരു കാഴ്ചപ്പാടുകളും ധാരണകളും എന്തായിരുന്നു എന്ന് കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. ഈ നമ്മൾ സ്വർഗവും നരകവും എന്ന് പ്രതിപാദിക്കുമ്പോൾ നമ്മൾ കാർലോയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ബാലനാണ്. അപ്പോൾ ഈ ബാലൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ തിയോളജിക്കൽ കൺസെപ്ഷൻ ഒന്നും അറിയണമെന്നില്ല. അപ്പോൾ ഒരിക്കൽ ഒരു ഇൻസിഡൻറ്റ് കാർലോയുടെ അമ്മ ഷെയർ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ഈ അവിടെ ഒരു കർദിനാൾ വീട് സന്ദർശിച്ച സമയത്ത് ഒരു പിതാവും ഉണ്ടായിരുന്നു. അപ്പം കാർലോയോട് സംസാരിച്ചുകൊണ്ടിരുന്ന മേഖലകളിൽ പല കാര്യങ്ങളും കേട്ട് അവർ ഞെട്ടിപ്പോയി. ഇത് ഞങ്ങളൊക്കെ തിയോളജി പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണിത്. പക്ഷേ കാർലോ ഈ ചെറുപ്രായത്തിൽ എങ്ങനെ ഇത് മനസ്സിലാക്കി എന്ന്. അപ്പോൾ കാർലോയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്വർഗവാസികൾ എപ്പോഴും നിരന്തരം ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, പിതാവ് ത്രിത്വേക ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ക്രോബേന്മാരുണ്ട്, ശ്രാപ്പേന്മാരുണ്ട്, മുഖ്യദൂതന്മാരുണ്ട്. ഇവരുടെ എല്ലാം കാർലോയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു വിശുദ്ധനാകുന്നതിലുപരി അവരുടെ ഗണത്തിൽപ്പെടണമെന്നാണ്. ഈശോയെ നിരന്തരം സ്തുതിക്കുന്ന, പുകഴ്ത്തുന്ന ക്രോബേന്മാർ, ശ്രാപ്പേന്മാരുടെ വൃന്ദത്തിൽ നിന്നുകൊണ്ട് ഈശോയെ സദാ സ്തുതിക്കണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു കാർലോയ്ക്ക് ഉണ്ടായിരുന്നത്. ഹെവൻ എന്ന വാക്ക് കാർലോ ഉദ്ദേശിക്കുമ്പോൾ ഈ സ്വർഗം ഞാൻ ഭൂമിയിലും അനുഭവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം കാർലോയെ സംബന്ധിച്ച് അന്ന് ആ പിതാവ് പറഞ്ഞൊരു കാര്യമാണ്, കാർലോയെ സംബന്ധിച്ചിടത്തോളം ആ ഹെവൻ, ആ സ്വർഗം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് ശ്രദ്ധിക്കും, കാർലോ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മളാണേലും പോലും പരിശുദ്ധ കുർബാനയുടെ കറക്റ്റ് സമയത്ത് ചേരുന്നത്. കാർലോ അങ്ങനെയല്ലായിരുന്നു.
കുർബാന തുടങ്ങുന്നതിന് അരമണിക്കൂർ മുട്ടിന്മേൽ നിന്ന് വന്ന് ആരാധിക്കും, കഴിഞ്ഞു അരമണിക്കൂർ നിൽക്കും. അപ്പോൾ കാർലോയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. നമ്മൾ തിയോളജിയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, യൂക്കറിസ്റ്റ് ഇസ് എ ഫോർടേസ്റ്റ് ഓഫ് ഹെവൻലി പാരഡൈസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്വർഗീയ മുന്നാസ്വാദനത്തിൻ്റെ ഒരു ഫോർടേസ്റ്റാണ് യൂക്കറിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. മുന്നാസ്വാദനമാണ് കുർബാന. അപ്പോൾ ആ ഒരു തിയോളജിക്കൽ കൺസെപ്റ്റ് ഒട്ടും തിയോളജി പഠിക്കാത്ത ഒരു ചെറിയ ബാലന് എപ്രകാരം മനസ്സിലാക്കി എന്ന് ആ കർദിനാളും ആ മെത്രാനും അതിശയിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേറ്ററി ഇപ്രകാരം എഴുതി, അദ്ദേഹത്തിന് ഉള്ള വായനകളിൽ നിന്നാണ് ഇതെല്ലാം മനസ്സിലാക്കിയെടുത്തത്. അത് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിനെ പറ്റി നമ്മൾ പിന്നീട് പ്രതിപാദിക്കുമ്പം ഇത് ഒന്നും കൂടെ വരും. ഈ ഹെവൻ, പെർഗേറ്ററി, ഹെല്ല്, അതായത് ഇദ്ദേഹം ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിൽ ഇദ്ദേഹം മനസ്സിലാക്കിയ ഓരോ അപ്പാരേഷൻസ് ഉണ്ട്. ഇപ്പം ബ്രദർ ജോൺ പ്രതിപാദിച്ചതുപോലെ ഫൗസ്റ്റീനയ്ക്ക് നരകം കാണിച്ചു കൊടുത്തു. അങ്ങനെ 73ഓളം അത്ഭുതങ്ങൾ വിശുദ്ധരുടെ ജീവിതത്തിൽ നരകം കാണിച്ചു കൊടുത്തത്, 63 അത്ഭുതങ്ങൾ സ്വർഗം കാണിച്ചു കൊടുത്തത്, ഒരു 83 അത്ഭുതങ്ങൾ ശുദ്ധീകരണ സ്ഥലം കാണിച്ചു കൊടുത്തത്, ഇതെല്ലാം കളക്ട് ചെയ്ത് ഗ്രാഫിക്സും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വെർച്വൽ വെബ്സൈറ്റിൽ ഇട്ടു. അദ്ദേഹം ചെയ്തത് ഈ വായനയിലൂടെയും കളക്ഷനിലൂടെയും ഇതിലൂടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ബുക്കൊന്നും അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റാണ് അവിടെ അദ്ദേഹം ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള തിയോളജിക്കൽ കൺസെപ്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി. ഇതാണ് അന്ന് ആ കർദിനാളും ആ മെത്രാനും കൂടെ പറയുകയാണ്, ഈ പയ്യൻ അമാനുഷിക കഴിവാണ്, ഞങ്ങൾക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും ഇവൻ ഷെയർ ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും ഞാൻ ബ്രദർ എഫ്രൈം ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ തന്നെ ഇതിനെക്കുറിച്ച് എങ്ങനെ തിയോളജി പഠിക്കാത്തൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേ എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഒന്ന്, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു ജ്ഞാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രണ്ടാമത് നമ്മൾ ഈ ഫാത്തിമയിൽ ആ ഡയറിയുടെ ഇതുമായി കാറിലിരിക്കുമ്പോഴേ അത് വായിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വായന എന്നതിനേക്കാൾ കൂടുതൽ അറിയാനുള്ള വലിയ ആഗ്രഹം, അതിനുവേണ്ടിയുള്ള പരിശ്രമം, അതിൻ്റെ ഭാഗമാണ് വായന. അത് കാർലോയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വളരെ കൃത്യമായൊരു കാര്യമാണ്. ഇന്നും എനിക്ക് തോന്നുന്നു ധാരാളം ചെറുപ്പക്കാർ വായിക്കുന്നവരാണ്, പക്ഷേ എന്താണ് വായിക്കുന്നത് എന്നുള്ളൊരു അപകടകരമായ സാഹചര്യമാണ് ഉള്ളത്. അല്ലെങ്കിൽ ലോങ് വായനകൾ താല്പര്യം കുറയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം മനുഷ്യൻ വായിച്ചൊതുങ്ങി പോകുന്ന, ഒന്നും ഹൃദയത്തിൽ നിൽക്കാതെ അല്പം നേരത്തേക്ക് വായിച്ച് ചിരിച്ച് തള്ളുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ഒത്തിരി ഒതുങ്ങിപ്പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ധാരാളം ടീനേജേഴ്സിന് വായനയോട് താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ പലപ്പോഴും അവർക്കൊരു പ്രോപ്പർ ഡയറക്ഷൻ, ശരിയായ ഒരു അന്വേഷണത്തിൻ്റെ പേരിലുള്ളൊരു വായന, ഒരു ദൈവോന്മുഖമായ വായന, ഇതൊക്കെ എന്തുമാത്രം സാധ്യമാകുന്നു എന്ന് നമ്മളും സംശയിക്കണം. നമ്മുടെ സഭാ സംവിധാനങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് എന്തുമാത്രം സാഹചര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് ഇന്ന് പറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം കൂടിയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അത്തരത്തിൽ, പക്ഷേ ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു, ഒരു സംശയമില്ല. കാരണം ഈ ഒരു ചെറിയ പ്രായത്തിലുള്ളൊരു ചെറുപ്പക്കാരൻ പക്ഷേ വളരെ കൃത്യതയോടുകൂടി എല്ലാ ക്ലാസ്സിലും കാറ്റക്കിസം പഠിച്ചു വന്നാൽ പോലും കിട്ടാത്ത ഒരു വ്യക്തതയാണ് കാർലോയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് നിങ്ങളുടെ ഷെയറിങ്ങിൽ നിന്ന് വളരെ ക്ലിയറാണ്. നമ്മൾ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് കാർലോയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കാർലോയെക്കുറിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും ജീവിതത്തിൽ ഉണ്ടായ ചില ബോധ്യങ്ങളെക്കുറിച്ച് ഉള്ള ചില വ്യക്തികളുടെ പങ്കുവെക്കലുകൾ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് ഗ്രേസ് മരിയ. ഞാൻ വാഴക്കുളം വിശ്വജ്യോതി കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ആയിരിക്കെ തന്നെ കാർലോ അക്വിറ്റസിൻ്റെ ജീവചരിത്രം അതെന്നെ വല്ലാതെ ആകർഷിച്ചു. നവമാധ്യമങ്ങളും സാങ്കേതിക വിദ്യകളും ഇന്ന് കൂടുതൽ വളരുമ്പോൾ അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രാധാന്യം ഏറിയ കാര്യം. അപ്പോൾ കാർലോ അക്വിറ്റസിൻ്റെ ജീവചരിത്രം എടുത്തു നോക്കിയാൽ അതിനെ ഈശോയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്ന് വഴി കാണിച്ചു തരികയാണ് കാർലോ അക്വിറ്റസ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യകൾ നമുക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്കായി, ലോക നന്മയ്ക്കായി, ഈശോയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നതാണ് എന്നെ ആകർഷിച്ച കാര്യം. അങ്ങനെ ജീവിക്കാനായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. ആധുനിക യുഗത്തിൽ ടെക്നോളജി അത് പുതിയതായി വളർന്നു വരുമ്പോൾ വളരെയേറെ തിന്മയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ആ സാധ്യതകളെല്ലാം മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ അതിനെ നന്നായി തന്നെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇതിലേറ്റവും വലിയ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ജീവിക്കാൻ കാർലോ അക്വിറ്റസിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ ജോർജ്, MSc വിദ്യാർത്ഥിയാണ്. ഈ സമയത്ത് ഞാൻ ആരംഭിച്ച ഒരു ശീലമാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതും നടന്നു കഴിഞ്ഞതുമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നത്. അങ്ങനെ വാർത്ത വായിക്കുന്നതിനിടയിൽ
വളരെ യാദൃശികമായ ഒരു തലക്കെട്ട് എന്നെ അത്യധികം ആകർഷിച്ചു. സൈബർ യുഗത്തിൻ്റെ വഴികാട്ടി എന്നായിരുന്നു ആ തലക്കെട്ട്. കണ്ടപ്പോൾ അല്പം കൗതുകവും കൂടുതൽ താല്പര്യവും തോന്നിയതുകൊണ്ടും ഞാൻ ആ ചെറിയ ലേഖനം തുടർന്ന് വായിക്കുകയുണ്ടായി. കാർലോ അക്വിസിത് എന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനെക്കുറിച്ചായിരുന്നു ആ ലേഖനം. നിശബ്ദതയെ പ്രണയിച്ച ഒരു വ്യക്തിയായിരുന്നു കാർലോ എന്ന വാചകം എന്നെ അത്യധികം സ്വാധീനിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇന്ന് സുഹൃത്തുക്കളുമായി അനാവശ്യ വർത്തമാനങ്ങൾ, ലൂസ് ടോക്സ് നടത്തുന്ന സമയത്ത് കാർലോ തൻ്റെ വിലപ്പെട്ട സമയം കൂടുതൽ ഈശോയ്ക്കായി സമർപ്പിക്കുകയുണ്ടായി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം രൂപീകരിച്ച ബ്ലോഗുകളും വെബ്സൈറ്റുകളും. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച വിശുദ്ധരെ ലോകത്തിൽ പ്രചരിപ്പിക്കുവാനായി അദ്ദേഹം കുറേ ബ്ലോഗുകൾ മെനഞ്ഞെടുക്കുകയും ദിവ്യകാരുണ്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുവാൻ പലതരം വെബ്സൈറ്റുകൾ രൂപീകരിക്കുകയും ചെയ്തു. കാർലോ പിന്നെയും എന്നെ അത്ഭുതപ്പെടുത്തി. തൻ്റെ കുടുംബത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചും ദിവ്യകാരുണ്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും പങ്കുവയ്ക്കുന്ന വേളയിൽ അവരുടെ വീട്ടിലെ വെയിറ്ററായിരുന്ന രാജേഷ് മോഹർ എന്ന വ്യക്തി കാർലോയുടെ ബോധ്യങ്ങൾ ശ്രവിക്കുകയും തുടർന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് തിരിയുകയും അതിനുശേഷം അദ്ദേഹം ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്തു. കേവലം 15 വർഷം മാത്രം ഈ ഭൂമിയിൽ മരിച്ച കാർലോയ്ക്ക് തൻ്റെ സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന വലിയ ചോദ്യചിഹ്നം എൻ്റെ ഉള്ളിൽ മൊത്തം നിറയുകയുണ്ടായി. നാം എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നല്ല, അത് എങ്ങനെ ജീവിച്ചു, ഈശോയ്ക്ക് അത് എങ്ങനെ സമർപ്പിച്ചു, ലോകത്തിന് എന്ത് പ്രയോജനമുണ്ടായി എന്ന മഹത്തായ ബോധ്യം കാർലോ നമുക്ക് തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിശബ്ദതയെ പ്രണയിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമ്മുടെ ജീവിതം എങ്ങനെ വിശുദ്ധിയിലേക്ക് വഴി നയിക്കണമെന്ന് കാർലോയുടെ ജീവിതം മുൻനിർത്തി നമുക്ക് ശ്രമിക്കാം. കാർലോ ഒരു അടിപൊളി ടീനേജറായിരുന്നു. കാർലോ എത്ര വ്യത്യസ്തതയോടെയും ഭംഗിയായിട്ടുമാണ് വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളിൽ ജീവിതം കൊണ്ടു നടക്കുന്നതെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പങ്കുവെക്കലുകൾ. തീർച്ചയായിട്ടും ഇവർ പങ്കുവച്ചതുപോലെ നമുക്കും കാർലോയുടെ ജീവിതം നമ്മളെയും സ്വാധീനിക്കട്ടെ. ഈ ജീവിതത്തിൽ നിന്ന് ഈ എപ്പിസോഡുകളിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്കും ജീവിതത്തിൽ ഏറ്റെടുക്കാം. അത് ഏറ്റെടുത്തുകൊണ്ട് ആ വഴിയെ നടന്ന് ക്രിസ്തുവിനെ നമുക്കും സ്വന്തമാക്കാം, ആ ക്രിസ്തുവിനെ നമുക്ക് ധരിക്കാം. തീർച്ചയായിട്ടും ഈ എപ്പിസോഡിലെ പങ്കുവെക്കലുകൾക്ക് 2 ബ്രദേഴ്സിനും നന്ദി പറയുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഷലോമിൻ്റെ ഈ ഹൈവേ ടു ഹെവൻ എന്ന പ്രോഗ്രാമിൽ വീണ്ടും കാണാം.